മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമലുവിൻ്റെ അടുത്ത് കല്യാണി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമലുവെ പിടിച്ചിങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. കല്യാണി പറയാണ്, ഡോക്ടർ പറഞ്ഞ പോലെ നീ എല്ലാം കേൾക്കണം അമലു. പിന്നെ ഇവിടെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തെ കൂടി നമുക്ക് കണ്ടതിന് ശേഷം തിരിച്ചു പോവാം. അപ്പം നീ അങ്ങ് ഫ്രീ ആവുമെന്ന് പറയാം. അമലു പറയാം, സത്യം പറഞ്ഞാൽ മരിക്കാൻ തോന്നുക ചേച്ചി. കല്യാണി പറയാം, ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും എന്താ ഒരു മാറ്റം ഇല്ലാത്ത അമലു? നീ മരിച്ചാൽ ജയിക്കുന്നത് ഗംഗപ്രസാദ് ആയിരിക്കുമല്ലോ. നീ കുറച്ചുകൂടി കരുത്ത് കാണിക്ക്. മൃഗങ്ങൾക്ക് നടുവിലായിരുന്ന നിൻ്റെ ജീവിതം, പക്ഷേ എങ്കിലും അവിടെ നിങ്ങൾ മൃഗങ്ങളുടെ ഇടയിൽ ജീവിച്ചെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ് അല്ലായിരുന്നു. അതുപോലെ ആവണം ഇനിയും. ഇരുചെവി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ നടന്നത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. കുറച്ച് സമയം കൂടി കിടന്നാൽ മതി, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയാം. ആ സമയത്തേക്ക് ഡോക്ടർ വന്നിട്ട് ഡോക്ടർ ചോദിക്കുക, സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകണ്ടേ? കല്യാണി പറയാം, അത് ഞാൻ ഇവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. ഡോക്ടർ നമ്മുടെ അമലുവിനെ പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് പോകാമെന്ന് പറയുവാണേ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, അദ്ദേഹത്തെ കൂടി ഒന്ന് കണ്ടിട്ട് പോകണം. അപ്പോൾ കല്യാണി പറയും, കിരണിൻ്റെ അച്ഛനെ ഒന്ന് കാണാൻ, ഇവളെ കെട്ടാൻ പോകുന്ന വെയിലുമാണെന്ന് തേൻ കൊണ്ടുവന്ന് കൊടുത്തത്, അത് കുടിച്ചിട്ടാണ് അച്ഛൻ ഹോസ്പിറ്റലിൽ എത്തിയത്. അപ്പോൾ ഡോക്ടർ പറയും, എല്ലാത്തിനും ഉത്തരവാദിയായൻ ഇപ്പോൾ സന്തോഷത്തോടെ നടക്കുവാണ്, ഇനി കുഴപ്പമൊന്നുമില്ല അമലു. എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടായാൽ എന്നെ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വരണമെന്നൊന്നുമില്ല. പിന്നെ കല്യാണി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊന്നും നിർബന്ധമില്ല, ഞാൻ അങ്ങോട്ട് വരാം. ഇനി ഞാൻ അങ്ങോട്ട് വരുന്നത് ആർക്കെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ആരെങ്കിലും കൂട്ടി ഇങ്ങ് വിട്ടാൽ മതി, കല്യാണി വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ എന്ന് നമ്മുടെ ഡോക്ടർ പറയുകയാണേ. അപ്പോൾ കല്യാണി പറയും, ശരി ഡോക്ടർ, താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഡോക്ടർ അങ്ങ് പോവുകയാണ്. അപ്പോൾ അമലു പറയുകയാണ്, ആ തേൻ കുടിച്ചിട്ടല്ലേ കിരൺ സാറിൻ്റെ അച്ഛൻ ഇവിടെ ആയത്, അതിന് ദേഷ്യമൊക്കെ ഞങ്ങളോട് കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുക, നമ്മൾ അങ്ങോട്ട് അല്ലേ പോകുന്നത്, അപ്പോൾ അറിയാമല്ലോ ദേഷ്യം ഉണ്ടോ ഇല്ലയെന്നൊക്കെ. കല്യാണി അത് പറയുമ്പോഴൊക്കെ അമലു ആകെ വല്ലാണ്ടാകുവാണേ. കല്യാണി അമലും കൂടി ചന്ദ്രസേനൻ്റെ റൂമിൻ്റെ അരികിലേക്ക് ചെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയും, ഇതാണ് ഞാൻ പറഞ്ഞ അമലു. അപ്പോൾ ചന്ദ്രസേനൻ വിളിക്കുകയാണ് കേട്ടോ, ബാ മോളെ ഇരിക്ക്. അമലു പറയും, വേണ്ട. കല്യാണി പറയും, ഇരിക്കെന്ന് പറഞ്ഞ് അമലുവിനെ പിടിച്ച് അവിടെ ഇരുത്തുക. അമൽ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ കല്യാണി പറയുക, കാട്ടിൽ തേൻ കുടിച്ചിട്ടാണ് അച്ഛൻ ഇവിടെയായിരുന്നത്, അതിൻ്റെ കുറ്റബോധം ഇവൾക്കുണ്ട്. ചന്ദ്രൻ പറയാണ് കേട്ടോ, മോളെ കഥകളൊക്കെ എനിക്കറിയാം, പിന്നെ എനിക്ക് ആരോടും ദേഷ്യമൊന്നും ഇല്ല. മോളെ കരയിപ്പിച്ചത് എന്നെ ഇവിടെ ആക്കിയതും കൊലക്കത്തിയുമായി നടക്കുന്ന അവനല്ലേ, അതിൻ്റെ ശിക്ഷ അവന് കിട്ടും. മോള് ധൈര്യമായിട്ടിരിക്കുക, കരയില്ലേ മോളെ എന്ന് പറയുകയാണ്. കല്യാണി പറയുക, അമലു ഇവളെ ഒന്ന് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. നമ്മളൊക്കെ എത്ര ആത്മവിശ്വാസം കൊടുത്തിട്ട് ഇവൾക്കൊന്നും തലയിലോട്ട് കയറുന്നില്ല. ചന്ദ്രൻ പറയാം, മോളെ ഈ സംഭവം ആരും അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, നാളെ നിന്നെ നോക്കാൻ നിനക്കിപ്പോൾ ഒരു പയ്യനുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നീ ഒരു തെറ്റ് ചെയ്തു പോയി. വേലുവിനെ അറിയില്ലേ? വേലുവിന് അതറിയില്ലല്ലോ, പിന്നെ ഇനി അറിയിക്കുകയും വേണ്ട. ഇപ്പോഴേ നിൻ്റെ അവസ്ഥ അച്ഛൻ മരിച്ച സങ്കടമായിട്ട് എല്ലാവരും കരുതും. അമലു, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അധികം വൈകാതെ നിനക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടും. പിന്നെ വേലുവിനെ കല്യാണം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നോക്ക്. ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നന്നായി എന്ന് പറയുവാണേ. അതുകൊണ്ടല്ലേ ഞങ്ങളെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ, അത് നിനക്കും വേലുവിനും ഗുണമേ ചെയ്യൂ. ആ കാട്ടിലെ തേനുണ്ടല്ലോ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്, ഞങ്ങൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒട്ടും ചേരാതെ തേൻ കൊണ്ടുവന്ന് തരണം. അതുമാത്രമല്ല, കാർത്തിക അതിൻ്റെ ഒരു ബിസിനസ് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഇവളോടും വേലുവിനോടൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ കല്യാണിയും പറയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ അത് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൾ പറഞ്ഞത് കേട്ടല്ലോ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും ഈ കണ്ണീരിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, അമലു കൊണ്ടുപോയി കാണിക്ക്, പോയി വാ മക്കളെ എന്നും പറഞ്ഞിട്ട് ചന്ദ്രൻ വിടുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ കാണിക്കുന്ന കിരണിനാണ്, ഡാ രതീഷ്, നിൻ്റെ അമ്മായിയച്ഛൻ സമയത്തും കാലത്തും വല്ലതും കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ? അങ്ങേര് ഏത് സമയത്തും ഇങ്ങനെ കുറ്റിയടിച്ച് നിന്നാൽ എന്തേലും അകത്തോട്ട് പോവണ്ടേ? അറ്റാക്കൊക്കെ വന്ന മനുഷ്യനല്ലേ? രതീഷ് പറയുക, ഇനിയിപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് പോയി കൊണ്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത കടയുള്ളത് കൊണ്ട് നാരങ്ങ വെള്ളമോ റോബസ്റ്റ പഴമൊക്കെ കഴിക്കുന്നുണ്ടെന്നൊക്കെ രതീഷ് പറയുവാണേ. ഹരി പറയുക, കാര്യങ്ങൾ ഇത്രയാ സ്ഥിതിക്ക് ഇത്രയും വലിയ ആഘോഷമായി ഒന്നും നടത്തേണ്ട കാര്യമില്ലായിരുന്നു, വല്ല രജിസ്റ്റർ മാരേജ് നടത്തിയാൽ മതിയായിരുന്നു അല്ലെ കിരൺ സാറി എന്ന് പറയുമ്പോൾ കിരൺ പറയാം, ഇപ്പോഴെനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പിന്നെ മകളുടെ വിവാഹത്തെ പറ്റി നമ്മുടെ ലക്ഷ്മിയമ്മയ്ക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു, അതുകൊണ്ട് ലക്ഷ്മിയമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റോറിയമൊക്കെ ബുക്ക് ചെയ്തത്. വലിയ ആഡംബരമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ പോട്ടെ. ആ സമയത്തേക്ക് അമലും കല്യാണിയും കൂടി വരുവാണ് കേട്ടോ. അപ്പോൾ കിരൺ പറയാം, അമലും കല്യാണിയും വന്നു എന്ന് തോന്നുന്നേ. അപ്പോൾ കല്യാണി അമലുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുവാണേ. കല്യാണി പറയാം, വാ, ഇവിടെ കിരണേട്ടൻ അല്ലാതെ ആരും അറിഞ്ഞിട്ടില്ല, നീ എല്ലാവരും അറിയിക്കരുത്,
പിന്നെ എല്ലാവരും അറിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിട്ട് നീ ഇങ്ങനെ ചൂളി മാറി നിൽക്കുക, ഒന്നും ചെയ്യരുതും കേട്ടോ എന്ന് പറയാം. അമലു പറയാം സാറിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? കല്യാണി പറയാം കണ്ണുകൊണ്ട് നിൻ്റെ സാറിന് ഇതൊക്കെ നന്നായിട്ട് അറിയാം, നീ വാ. കല്യാണി പറയാം. അപ്പോൾ കല്യാണി അമലും കൂടി നേരെ അകത്തോട്ട് പോകും. അപ്പോൾ കിരണുണ്ട്. കിരൺ ചോദിക്കുക അമലു ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ? അമലു പറയും ഇല്ല സാറേ. ഹരിയേട്ടൻ പറയാണ് നല്ല ക്ഷീണമുണ്ടല്ലോ. അപ്പോൾ കല്യാണി പറയേ ഇവിടെ വന്ന് കിടക്കാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയണം. അപ്പോൾ അങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ രതീഷ് പറയാം അല്ലെങ്കിലും ഇവർക്ക് വെറുതെ കിടന്നും ഇരുന്നൊന്നും ശീലമില്ലല്ലോ, ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ഇവർ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ കല്യാണി പറയാം അമലയെ കൊണ്ട് ജോലി ഒന്നും ചെയ്യിക്കുന്നില്ല, അമല ഒരു നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. കിരൺ പറയാം മോളെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെയുണ്ടെന്ന് പറയാം. അപ്പോൾ രതീഷ് പറയാം ഭാഗ്യമുണ്ടൽ നിൻ്റെ അച്ഛനെ കൊന്നവനെ നിന്നെ സങ്കടപ്പെടുത്തിയവനെ വെട്ടേറ്റ് നിൻ്റെ മുൻപിൽ വീഴുന്നത് നിനക്ക് കാണാൻ പറ്റും. ആ കർമ്മത്തിന് കച്ചമുറുക്കി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം. കിരൺ പറയാം കല്യാണി അവളെ കൊണ്ടുപോയി കിടത്തു. അപ്പോൾ ഹരിയേട്ടൻ പറയാം അവരങ്ങനെ അകത്തോട്ട് പോകും. അപ്പോൾ ഹരിയേട്ടൻ പറയാം പാവം കൊച്ച്, നാടിൻ്റെ കാപട്യം ഒന്നും അറിയാത്തത് കൊണ്ടാണ് അവൾ അവനെ സ്നേഹിച്ചത്. അപ്പോൾ രതീഷ് പറയാം ആ സ്നേഹം അബദ്ധത്തിൽ ചെന്ന് അവസാനിക്കാഞ്ഞത് നന്നായി. ഹരിയേട്ടൻ പറയാം ഇപ്പോഴാണോ ദാസ നീ വരുന്നത്? അപ്പോൾ ദാസനകത്തോട്ട് കയറി വരിക. കുറച്ചുകൂടി നേരത്തെ വരണ്ടേ? ദാസ് പറയാണ് സർ ഞാൻ കല്യാണത്തിന് തലേ ദിവസം വരാനാണ് കരുതിയിരുന്നത്, എന്നെ അങ്ങനെയാണ് വിളിച്ചിരുന്നത്, എന്തെങ്കിലുമൊക്കെ സഹായിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ പോകുന്നതെന്ന് പറയാം. രതീഷ് പറയാം സെക്യൂരിറ്റി പണി മാത്രമല്ല സാറേ, ഇടയ്ക്ക് ക്യാൻറ്റീനിൽ കുക്കിങ്ങിനൊക്കെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് ഈ ദാസൻ എന്ന് രതീഷ് പറയുകയാണേ. അപ്പോൾ കിരൺ പറയാം അതെനിക്കറിയാം. രതീഷ് പറയാം എന്താ ദാസൻ ചേട്ടാ വാ നമുക്ക് അകത്തോട്ട് പോകാമെന്നും പറഞ്ഞപ്പോൾ കിരൺ പിന്നെ ഹരിയേട്ടന് മാത്രമായി കേട്ടോ അവിടെ. അപ്പോൾ കിരൺ പുറത്തു നിന്ന് ആൾക്കാർ വേണ്ടെന്ന് പറഞ്ഞതാ ഹരിയേട്ടൻ, നമുക്ക് പരിചയമുള്ളവർ മാത്രം മതി, ഇപ്പോൾ പരിചയമില്ലാത്ത മുഖം കണ്ടാൽ അത് ഗംഗയുടെ ആൾക്കാരാണെന്നൊരു സംശയം. അതുപോലെ അമലും ഉണ്ടല്ലോ, പോയ അമലും ഉണ്ടല്ലോ, അവൾക്ക് അബദ്ധം പറ്റിയില്ലെന്നൊക്കെ ഇപ്പോൾ രതീഷ് പറഞ്ഞില്ലേ ഹരിയേട്ടാ? ഞാൻ സത്യം പറയാം, അവൾക്ക് പറ്റിയ അബദ്ധം കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഹരിയേട്ടൻ അയ്യോ. കിരൺ അതേ ഹരിയേട്ട അവൾ ഗർഭിണിയായിരുന്നു, ഒരു കണക്കിന് ഇവിടെ വന്നത് നന്നായി, അതുകൊണ്ട് ചെവി അറിയാതെ കാര്യങ്ങൾ നടന്നല്ലോ. വേലുവിനും അവിടെ അമ്മയ്ക്കും ഒന്നും അറിയത്തില്ല, ഇനി ആരോടൊന്നും പറയുകയും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേലുവിനോടും അമലുവിൻ്റെ കാര്യം പറയണ്ട. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ബാലമാമനപ്പം അപ്പുറത്തുണ്ട് കേട്ടോ. ബാലൻ പറയാം ദാസെ എന്തെങ്കിലും കഴിച്ചിട്ട് നിന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ദാസ് പറയാം കഴിച്ചിട്ട് വന്നതാണ്, ഇനി പിന്നെ കഴിക്കാം. കിരൺ അങ്ങോട്ട് വന്നിട്ട് എടാ വേലു നിൻ്റെ പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കല്യാണി ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയുവാണേ. വേലു അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ സാറേ. കിരൺ കുഴപ്പമുണ്ടെങ്കിൽ ഇപ്പോൾ വരുവോടാ, നീ ചെല്ല്. വേലു പറയും ഞാൻ കയ്യും കാലുമൊക്കെ കഴുകിയിട്ട് അങ്ങോട്ട് പോവാം. കിരൺ പറയാം കയ്യും കാലൊന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല, നീ അങ്ങനെ അകത്തേക്ക് ചെന്നാൽ ഇവിടെയുള്ളവർ സഹിക്കും. ബാലൻ പറയും വെറും പാവമാണ് അന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെയിലും അങ്ങ് പോവാട്ടോ. അപ്പോൾ ബാലൻ പറയും വെറും പാവമാണ് സാറേ, ഒരു സമയം വെറുതെ ഇരിക്കില്ല, ഇത്രയും നേരം പാചകത്തിന് സഹായിച്ചു, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ജോലി. കിരൺ പറയാം സെക്യൂരിറ്റി എന്നും പറഞ്ഞ് പുറത്തല്ല എപ്പോഴും കിടക്കുന്ന, ഏത് നേരം ഉറക്കമല്ലേ, ഇതുപോലുള്ള ചുറുചുറുക്കുള്ള പയ്യന്മാരൊക്കെ എടുക്കട്ടെ ദാസേന്ന് ചോദിക്കുമ്പോൾ ദാസ് പറയാം അത് കുഴപ്പമില്ല സാറേ, എനിക്ക് അത്യാവശ്യം പാചകമൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിൽ കൂടിക്കോളാം, കുറച്ചുകൂടി ശമ്പളം കൂട്ടി തന്നാൽ മതിയെന്ന്. ബാലൻ പറയും എടാ ഇപ്പോൾ സാറ് തരുന്നത് കുറവാണോ? ദാസ് പറയാം അയ്യോ കുറവൊന്നുമല്ല, ക്യാൻറ്റീനാകുമ്പോൾ കുറച്ച് ചൂടും പുകയൊക്കെ കൊള്ളുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കിരൺ പറയാം അത് ശരിയാ, ഇപ്പോൾ വെറുതെ ഒരിടത്ത് നിന്നാൽ മതി, എന്തായാലും കാർത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കമ്പനിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് പറയുവാണേ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയോ കിരൺ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. താൻ വിഷമിക്കേണ്ട, ഇയർ എൻഡിങ്ങിന് കഴിയുമ്പോൾ ശമ്പള വർധനവൊക്കെ ഉണ്ടാവും. പിന്നെ ദാസ് പറയും ഞാൻ ചുമ്മാ പറഞ്ഞത് സാറേ എന്ന് പറയും. കിരൺ പറയാം നല്ല ലാഭത്തിലാണ് കമ്പനി പോകുന്നത്, പിന്നെ അതിൻ്റെ ഒരു അംശം നിങ്ങൾക്ക് കൂട്ടിത്തന്നാൽ എന്താ? അങ്ങനെ പറഞ്ഞ് കിരൺ അങ്ങ് പോവാണ് കേട്ടോ. ദാസ് പറയാം സത്യം പറയാലോ ബാലണ്ണ, സാറത്തെ കമ്പനിയിൽ വന്ന ശേഷമാണ് മൊത്തത്തിലൊരു ഐശ്വര്യം വന്നത്, വീടിനകത്തും പുറത്തും എല്ലാം ഒരു ഐശ്വര്യം ഉണ്ടായതെന്ന് പറയാം. സാറും സാറിൻ്റെ ഭാര്യയുടെയും കൈ നല്ലതാണ്, ഇപ്പോൾ വീടിനാണെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ ചിലവും കുറവ്. ബാലണ്ണൻ പറയാം അതെ അമലു കിടക്കുവാണ്, അടുത്തിരുന്നിട്ട് കല്യാണി തടവുന്നുണ്ട്. കല്യാണി പറയും നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതിനൊക്കെ കൂട്ടായും തുണയും ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറയുകയാണ്. ഇനി
ഇതെല്ലാം ഓരോ അനുഭവങ്ങളാണ്. അധികം അടുപ്പവും പരിചയവും ഇല്ലാത്തവരെ അകറ്റി നിർത്തണം എന്നുള്ളൊരു അനുഭവം. അപ്പോൾ വേലു റൂമിലേക്ക് വരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.